എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ചില്ലി ചിക്കനാണ്. അപ്പം ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. സാധാരണ ചില്ലി ചിക്കന് ബോൺലെസ് ആണ് എടുക്കുന്നത്. ഞാനിതിൽ കുറച്ച് പീസ് ബോണായിട്ടുള്ളത് കൊണ്ട് കൂടുതലും ബോൺലെസ്സാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, ഒരു മുട്ട. എന്നിട്ട് നന്നായി കുഴച്ചങ്ങോട്ട് മാറ്റി വയ്ക്കാം. പക്ഷേ ഞാൻ വീണ്ടും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും മൈദയും ചേർത്തായിരുന്നേ. കാരണം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇച്ചിരി ലൂസായിട്ടായിരിക്കുന്നത്. നമുക്ക് ആ ചിക്കൻ ഒരു കോട്ടിംഗ് പോലെ വേണം. അതനുസരിച്ച് നിങ്ങൾ പൗഡറിൽ അളവ് വരുത്താമേ. എന്നിട്ട് ഞാനൊരു 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതിങ്ങനെ സ്ക്വയറായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. സവാള അതുപോലെ ഒന്ന് എടുക്കാം. ഞാൻ ആദ്യം അരിഞ്ഞ സവാള ഇച്ചിരി ചെറുതായിപ്പോയി. സവാള ഇങ്ങനെ 2 കട്ടാക്കിയിട്ട് ഇങ്ങനെ ഇതളതിളാക്കി ഇട്ടെടുക്കണേ. ഞാനിവിടെ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ആ ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. ഓരോന്നായിട്ട് ഇടണേ, ഒട്ടിപ്പിടിക്കാൻ ഇടവരരുത്. അപ്പം ഞാൻ ആദ്യം ബോൺലെസ്സും ബോണുള്ളതുകൂടെ ഇട്ടെ. പിന്നെ ഞാൻ അതിൽ നിന്ന് ആ ബോണുള്ളത് ഞാനിങ്ങനെ എടുത്തിട്ട് ആദ്യം ബോൺലെസ് മാത്രം, അന്നേരം വേവ് ഒരുമിച്ചായിരിക്കുമല്ലേ, ഒരേ ലെവലിൽ വരുമല്ലേ. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് അകമൊക്കെ ഒന്ന് വേവണം. എന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നല്ല 2 സൈഡും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് അതിപ്പോൾ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അതങ്ങ് കോരിയെടുക്കുക. അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ചിക്കനെല്ലാം വറുത്തെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു ഉരുളി വെച്ചു. ഉരുളിയുടെ ആവശ്യമില്ലായിരുന്നു, ഞാൻ പിന്നെ ഈ പാത്രം ചേഞ്ച് ആക്കുന്നുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഒരു 10 അല്ലി വെളുത്തുള്ളി ഇങ്ങനെ വട്ടത്തിലരിഞ്ഞതും 1 കഷ്ണം ഇഞ്ചി പേസ്റ്റും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ നമുക്ക് സവാളയും ക്യാപ്സിക്കും ഒന്ന് വാട്ടിയെടുക്കണം. ഒത്തിരി അങ്ങ് വാടി വരണ്ട, അതിൻ്റെ പച്ചപ്പൊന്ന് പോയാൽ മതി. അപ്പം ഞാൻ ആ പാത്രം ഒന്ന് മാറി. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പ്, 1 ടേബിൾ സ്പൂൺ വിനെഗർ, 1/2 ടീസ്പൂൺ പഞ്ചസാര, ഇതെല്ലാം ഇട്ടിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1/2 ഗ്ലാസ് വെള്ളത്തിലൊന്ന് കലക്കി ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ ഇച്ചിരി എരിവ് കുറവായിട്ട് തോന്നി. അപ്പം ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ സെസ്വൻ ചട്നി, 1 ടേബിൾ സ്പൂൺ ചില്ലി സോഡ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇച്ചിരി ചാറായിട്ട് വേണം, ഇച്ചിരി ലൂസായിട്ട് വേണം. അതുകൊണ്ട് ഞാനിതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് എന്നിട്ട് വറുത്ത ചിക്കനോട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിലൊന്ന് അടച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ലൂസായിട്ട് വേണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിപ്പം ഇച്ചിരി ഇവിടെ റൈസാണ് കഴിക്കുന്നത്, അതുകൊണ്ട് ഇച്ചിരി ഞാൻ ലൂസായിട്ട് എടുത്തതാണ്. അപ്പം നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ വിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.